ചിലപ്പോൾ ചില ആളുകൾക്ക് വെറും സംസാരത്തിൽ മാത്രം ഓക്കെ ആവുന്ന കണ്ടീഷൻസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചില റെസ്പോൺസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും ഒരാളുടെ അടുത്ത് പോലും ഷെയർ ചെയ്യാൻ തോന്നാത്ത അവസ്ഥയിലുള്ള റെസ്പോൺസസ് കൊടുക്കുന്ന ഫ്രണ്ട്സും ഉണ്ടാവാറുണ്ട്. ഫ്രണ്ട്സിനെ കുറ്റം പറയണമല്ല കേട്ടോ. ഇപ്പം ചില ക്ലയൻസിൻ്റെ സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സ് അവരെ ജഡ്ജ് ചെയ്തത് കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോലും പേടിയായി പോയിട്ടുള്ള ആളുകളും ആളുകളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാതെ പിന്നെ ഐസൊലേറ്റഡ് ആയി പോകുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾ വിചാരിച്ച പോലെ ആവണമെന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് റെസ്പോണ്ട് ചെയ്യുന്നത്. മനസ്സിലായി? അപ്പം അങ്ങനത്തെ കുറേ ഡിഫറൻസസ്, അത് ഫ്രണ്ട്സ് മാത്രമല്ല, ഇപ്പോൾ പേരൻസ് ആണെങ്കിലും നമ്മൾ ചുറ്റുള്ള ആരുടെ അടുത്തൊക്കെ പോയി ഷെയർ ചെയ്യുകയാണെങ്കിലും ഒരു പ്രൊഫഷണൽ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇനിയിപ്പോൾ അവർ നിങ്ങളുടെ ഇമോഷൻസിനെ വാലിഡേറ്റ് ചെയ്യാണ്, നിങ്ങളെ മനസ്സിലാക്കി കേൾക്കാൻ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളെ കറക്റ്റ് രീതിയിലേക്ക് നീ ഇപ്പോൾ ഹെൽപ്പ് എടുക്കേണ്ട ഒരു ഏരിയയിൽ ആണ് തോന്നുന്നു, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ആളുകളുടെ പ്രശ്നമാണ് തീർത്തു കൊടുക്കാൻ. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസ് പ്ലാൻ ചെയ്യുന്നു, നമ്മൾ അതിനുള്ള പരിപാടികളെല്ലാം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ, നമ്മുടെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ടെൻഡൻസീസ് ഈ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ ആക്ഷൻസ് നമ്മളുടെ തോന്നലിൻ്റെ പുറത്ത് നമ്മൾ ബയസ്ഡ് ആയിട്ടൊക്കെ ആയി പോവാം.